നമസ്തേ. കുഞ്ഞു മക്കൾക്കും വലിയ മക്കൾക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ടീച്ചറമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോ ടീച്ചറമ്മ അതിനെ കുറിച്ച് ചോദിക്കും എല്ലാ ദിവസവും. ഒരു എല്ലാ ദിവസവും ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചോദിക്കും. ചെറിയ കാര്യങ്ങളായിട്ട് ചെയ്ത് തുടങ്ങണം. ഇപ്പൊ ഇന്നലെ പറഞ്ഞതല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കരുത്. പതുക്കെ ചെയ്താൽ മതി. ചോദിച്ചു എന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മള് അടുത്ത് പറയാൻ പോകുന്നത് സീതാ അപഹരണത്തെ പറ്റിയാണ്. അങ്ങനെ പഞ്ചവടിയില് ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഇങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞുകൂടുന്ന സമയത്ത് ഒരു പൊൻനിറമുള്ള സ്വർണ്ണമാൻ കുട്ടിയാണ്. അത് ആശ്രമ പരിസരത്ത് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. അപ്പൊ ആ മാനിനെ തനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി സീത പതുക്കെ മാനിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടികൊടുക്കാതെ ഇങ്ങനെ മാറി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ സീത എന്ത് ചെയ്തു? ശ്രീരാമനോട് പറഞ്ഞു, നാഥ, എനിക്ക് ആ മാനിനെ കിട്ടിയാൽ കൊള്ളാം. അപ്പൊ ശ്രീരാമൻ പറഞ്ഞു, ശരി, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാനിനെ പിടിക്കാനായിട്ട് പോകുമ്പോൾ അത് പതുക്കെ ദൂരേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പൊ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, സഹോദര, ഈ സീതയ്ക്ക് കാവലായിട്ട് ഇവിടെ നിന്നോളൂ, ഞാൻ ഈ മാനിനെ പിടിച്ചു കൊണ്ടുവരാം. അങ്ങനെ ശ്രീരാമൻ ആ മാനിന്റെ പുറകെ പോകാൻ തുടങ്ങി. അത് കളിച്ച് വനാന്തർ ഭാഗത്തേക്ക് അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ ജീവനോടെ ലഭിക്കുകയില്ല എന്ന് ശ്രീരാമന് മനസ്സിലായി. അതിനെ ജീവനോടെ കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ പെട്ടെന്ന് തന്നെ അമ്പെയ്തപ്പോൾ ആ മാനിന്റെ ദേഹത്ത് കൊണ്ടു. മാൻ ഉടൻ തന്നെ, അയ്യോ സീതേ, ലക്ഷ്മണ, എന്നെ രക്ഷിക്കൂ, രാക്ഷസൻ എന്നെ കൊല്ലാൻ വരുന്നു എന്ന് അലറി വിളിച്ചു കരഞ്ഞു. ആശ്രമത്തിൽ ആ ശബ്ദം അവര് കേട്ട ഉടൻ തന്നെ സീത ഭയങ്കര ദുഃഖത്തോടുകൂടി ലക്ഷ്മണനോട് പറഞ്ഞു, അല്ലയോ സഹോദര, നീ പോയി ശ്രീരാമനെ രക്ഷിക്കുമെന്ന്. എന്നാൽ അത് രാക്ഷസന്റെ മായാജാലമാണെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മണൻ പറഞ്ഞു, ശ്രീരാമൻ ഒന്നും സംഭവിച്ചിട്ടില്ല, ജ്യേഷ്ഠ സഹോദരന് ഒരു അപകടവും പറ്റില്ല, ഞാൻ എന്തായാലും തൽക്കാലം പോകുന്നില്ല. അപ്പോ സീത വീണ്ടും ലക്ഷ്മണനോട് അപേക്ഷിച്ചു, സംസാരിച്ചു, ആജ്ഞാപിച്ചു, കോപാകുലയായി സംസാരിച്ചു. പിന്നീട് കർണകഠോരമായ വാക്കുകൾ ഉപയോഗിച്ചു തുടങ്ങി. അതായത് തൻ്റെ സഹോദരനായ ശ്രീരാമൻ വധിക്കപ്പെട്ടാൽ തന്നെ ഭാര്യയാക്കാനുള്ള ശ്രമമാണോ എന്ന് വരെ ലക്ഷ്മണനോട് ചോദിച്ചു. അത് കേട്ട് ദുഃഖത്തോടു കൂടി ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു വര വരയ്ക്കും, അതിനപ്പുറത്തേക്ക് ജ്യേഷ്ഠത്തി പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു വര വരച്ചു. ആ വരയാണ് ലക്ഷ്മണരേഖ. ഈ വര നമ്മൾ മറ്റ് പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു പരിധിക്കപ്പുറം പോകരുത്, അതിനാണ് ഈ ലക്ഷ്മണരേഖ എന്ന് പറയുന്നത്. അങ്ങനെ ലക്ഷ്മണൻ ശ്രീരാമന്റെ അടുത്തേക്ക് പോയി. ആ സന്ദർഭത്തിൽ വളരെ വലിയ ഒരു മുനീശ്വരൻ, ഒരു ഭിക്ഷാംദേഹിയായ സന്യാസിയായി രാവണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭിക്ഷാംദേഹി എന്ന് വിളിച്ചു പറഞ്ഞു. അത് കേട്ട് സീത എന്ത് ചെയ്തു? തന്റെ പർണശാലയിൽ നിന്ന് ഭിക്ഷയുമായിട്ട് വന്നു. അതിസുന്ദരിയായ സീതയുടെ രൂപലാവണ്യം കണ്ട് രാവണനായ സന്യാസി അമ്പരന്നുപോയി. അദ്ദേഹം ഭിക്ഷയാചിക്കാൻ സീത അടുത്തേക്ക് വരുന്നപ്പോ പതുക്കെ പുറമോട്ട് നീങ്ങി സീത ഈ ലക്ഷ്മണരേഖ കടന്നു. ആ സമയം രാവണൻ തന്റെ കൈകൾ കൊണ്ട് സീത തിന്ന ഭൂമിയെ സീതയോടൊപ്പം പൊക്കിയെടുത്ത് തന്റെ പുഷ്പ വിമാനത്തിൽ കയറ്റി സീതയുമായി ലങ്കയിലേക്ക് പോയി. സീത വളരെ ദീനരോധനത്തോടു കൂടി വിളിച്ചു, അല്ലയോ നാഥ, ശ്രീരാമ, ലക്ഷ്മണ എന്നെല്ലാം വിളിച്ചു. പക്ഷെ തനിക്ക് പറ്റിയ അബദ്ധം അപ്പോഴാണ് സീതയ്ക്ക് മനസ്സിലായത്. അങ്ങനെ പോകുന്ന സമയത്ത് ദശരഥ രാജാവിന്റെ സുഹൃത്തും രാമനുമായി സഖ്യം ചെയ്തിരുന്ന ജടായുവിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ, സമ്പാദിയുടെ അനുജൻ. ആ ജടായു രാവണന്റെ പുഷ്പവിമാനത്തെ തടഞ്ഞു നിർത്തി. ഉടൻ തന്നെ
രാവണൻ തന്റെ ഖഡ്ഗം എടുത്ത് ജടായുവിന്റെ ചിറകരിഞ്ഞു. ചിറക് മുറിഞ്ഞ ജടായു ഭൂമിയിലേക്ക് പതിച്ചു. ഭൂമിയിലേക്ക് പതിച്ചെങ്കിലും ശ്രീരാമനെ കണ്ട് വിവരം പറയാതെ തനിക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാവാൻ വഴിയില്ല എന്ന് മനസ്സിലാക്കി അവിടെ തന്നെ കിടന്നു. ശ്രീരാമനും ലക്ഷ്മണനും പഞ്ചവടിയിലെത്തി തന്റെ ആശ്രമത്തിന്റെ 4 ചുറ്റും സീതയെ അന്വേഷിച്ചു. സീതയെ സീതയെ എന്ന് വിളിച്ച് രാമനും, ജ്യേഷ്ഠത്തി ജ്യേഷ്ഠത്തി എന്ന് വിളിച്ച് ലക്ഷ്മണനും കരഞ്ഞുകൊണ്ട് ആശ്രമത്തിന് ചുറ്റും നടന്നു. ഒരിടത്തും സീതയെ കണ്ടില്ല. അങ്ങനെ അവര് രണ്ടുപേരും നടന്ന് കുറേ ദൂരം വന്നപ്പോ ജടായു കിടക്കുന്നത് കണ്ടു, ചിറകറ്റി കിടക്കുന്നത് കണ്ടു. അപ്പൊ ജടായു ശ്രീരാമനോട് രാവണൻ സീതാദേവിയെ കടത്തിക്കൊണ്ടുപോയ വിവരം പറഞ്ഞു. അതിനുശേഷം ജടായു മോക്ഷം പ്രാപ്തനായി പോയി. അവിടുന്ന് ഇത്രയും പറയാനായിട്ട്, അതായത് സീതയെ രാവണൻ കട്ടുകൊണ്ട് പോയി എന്നുള്ള വിവരം പറയാൻ വേണ്ടി മാത്രമാണ് ജടായു ജീവിച്ചിരുന്നത്. അതിനുശേഷം ശ്രീരാമനും ലക്ഷ്മണനും ഇങ്ങനെ നടന്ന് ദാഹിച്ച് വലഞ്ഞ് വെള്ളം എടുക്കുന്നതിന് വേണ്ടി ലക്ഷ്മണൻ നദീതീരത്ത് നിന്നപ്പോ അയോമുഖി എന്ന് പറയുന്ന ഒരു രാക്ഷസി അവള് ലക്ഷ്മണന്റെ അടുത്തേക്ക് വന്നു. വളരെ പ്രണയത്തോടു കൂടി ലക്ഷ്മണനോട് അടുത്ത സമയത്ത് കോപാകുലനായി ലക്ഷ്മണൻ അവളെ ആട്ടിപ്പായിച്ചു. അതിന്റെ ദേഷ്യത്തിൽ അയോമുഖി ലക്ഷ്മണനെ എടുത്തുകൊണ്ട് ആകാശത്തേക്ക് പറന്നു. ഉടനെ തന്നെ ലക്ഷ്മണൻ അംഗച്ഛേദങ്ങൾ വരുത്തി അയോമുഖിക്ക് മോക്ഷപ്രാപ്തി കൊടുക്കുകയും ലക്ഷ്മണൻ താഴെ വരികയും ചെയ്തു. വീണ്ടും അവരവിടെ നിന്നപ്പോ അവിടുന്ന് ശകലം വെള്ളമൊക്കെ കുടിച്ചിട്ട് നടന്നപ്പോഴത്തേക്ക് കബന്ധൻ എന്ന് പറയുന്ന രാക്ഷസൻ ഈ 2 സഹോദരന്മാരെയും കൈകൾ കൊണ്ട് അമർത്തിപ്പിടിച്ചു, ലക്ഷ്മണനെയും ശ്രീരാമനെയും. അവര് രണ്ടുപേരും ഇയാളുടെ അംഗങ്ങൾ ഛേദിച്ച് അതിൽ നിന്ന് പുറത്തു കടന്നു. അങ്ങനെ കബന്ധന് മോക്ഷം കൊടുത്തു. കബന്ധൻ എന്ന് കേട്ട്, അതായത് ശരീരമില്ലാത്ത വലിയൊരു മാംസപിണ്ഡമായിട്ടാണ് വീണത്. കാരണം അവയവങ്ങളെല്ലാം നഷ്ടപ്പെട്ട കബന്ധൻ. അതിനുശേഷം അവർ വീണ്ടും ഇങ്ങനെ രണ്ടുപേരും കൂടെ ക്ഷീണിച്ച് നടന്ന് വരുന്നു. ആ സമയത്ത് സുഗ്രീവൻ എന്ന് പറയുന്ന വാനരശ്രേഷ്ഠൻ ഋഷിമുഖാചലം എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ തൻ്റെ സഹ വാനരപ്പടയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ സുഗ്രീവൻ ഋഷിമുഖാചലത്തിൽ ഒരു രാജപദവിയിൽ തന്നെയാണ് കഴിയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന മന്ത്രിയായിരുന്നു ഹനുമാൻ. അപ്പോൾ 2 പേരിങ്ങനെ നടന്നു വരുന്നു. വളരെ ദൂരെ നിന്ന് തന്നെ കണ്ടു. അത് ശത്രുവാണോ മിത്രമാണോ എന്ന് അന്വേഷിച്ചറിയാൻ വേണ്ടി ഹനുമാനെ വിട്ടു. ഹനുമാൻ ഒരു ബ്രാഹ്മണ കുമാരന്റെ വേഷത്തിൽ അവരടുത്ത് ചെന്നപ്പോ അവര് സീതാദേവി നഷ്ടപ്പെട്ട കഥയൊക്കെ പറഞ്ഞ് വളരെ സങ്കടപ്പെട്ടപ്പോൾ ഹനുമാൻ തന്റെ പൂർവ്വരൂപം പ്രാപിക്കുകയും ശ്രീരാമനെയും ലക്ഷ്മണനെയും 2 തോളിൽ എടുത്തുകൊണ്ട് സുഗ്രീവന്റെ അടുത്തേക്ക് വരികയും ചെയ്തു. അങ്ങനെ സുഗ്രീവന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ഇങ്ങനെ അയോധ്യാധിപതിയായ ദശരഥന്റെ പുത്രന്മാരായ ശ്രീരാമനും ലക്ഷ്മണനുമാണ്. അവരുടെ ഭാര്യയായ സീതാദേവിയെ നഷ്ടപ്പെട്ട് സീതാദേവിയെ അന്വേഷിച്ച് 2 പേരും അലഞ്ഞു വരികയാണെന്ന് പറഞ്ഞു. അപ്പോ ശ്രീരാമന് ഒരു നല്ല ബന്ധുബലം വേണം. രാവണനുമായിട്ട് ഇനി യുദ്ധം നടത്തണമെങ്കിൽ അത് വേണ്ടേ. സുഗ്രീവനും നല്ലൊരു ബന്ധുബലം വേണം. അപ്പൊ അവരന്യോന്യം സഖ്യം ചെയ്തു. ശ്രീരാമന് സീതയെ വീണ്ടെടുത്തു കൊടുക്കാമെന്നും സുഗ്രീവന് തന്റെ ജ്യേഷ്ഠനായ ബാലിയിൽ നിന്ന് കിഷ്കിന്ധ രാജ്യം പിടിച്ചു കൊടുക്കാമെന്നും 2 പേരും അന്യോന്യം സഖ്യം ചെയ്തു. അപ്പൊ എന്താണ് സുഗ്രീവനും ബാലിയും തമ്മിലുള്ള ബന്ധം, അവർക്ക് തമ്മിൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത്. അതായത് ബാലി എന്ന് പറയുന്നത്
കിഷ്കിന്ധയിലെ രാജാവായിരുന്നു. കിഷ്കിന്ധയിലെ രാജാവായ ഈ ബാലിയുടെ ജനനത്തെ പറ്റിയൊക്കെ കുറച്ച് പറയാനുണ്ട്. വാനര രാജാവാണ് അല്ലേ? വാനര രാജാവാണ്. അത് പണ്ട് ശീലാവതി എന്ന് കേട്ടിട്ടുണ്ടോ? ഭർത്താവിനെ വേശ്യാലയത്തിൽ കൊണ്ടുപോയ ശീലാവതിയെ പറ്റി കേട്ടിട്ടില്ലേ? ഭർത്താവ് ഉഗ്ര തപസ്, അയാള് കുഷ്ഠരോഗിയായിരുന്നു. അങ്ങനെ കുഷ്ഠരോഗിയായ തന്റെ ഭർത്താവിനെ ഒരു ദിവസം രാത്രി തോളിൽ ചുമന്നുകൊണ്ട് വേശ്യാലയത്തിൽ കൊണ്ടുപോയി. അയാൾക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്ക് ശീലാവതി, ധർമ്മിഷ്ഠയായ ശീലാവതി തന്റെ ഭർത്താവിനെയും കൊണ്ട് അവിടെ പോവുമായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അണിമാണ്ഡവ്യൻ എന്ന് പറയുന്ന ഒരു മഹാമുനി ശൂലത്തിൽ തൂങ്ങിക്കിടക്കുകയാണ്. രാജകൽപ്പന അനുസരിച്ചാണ് ശൂലത്തിൽ തൂങ്ങിക്കിടക്കുന്നത്. അങ്ങനെ ശൂലത്തിൽ തൂങ്ങിക്കിടന്ന അണിമാണ്ഡവ്യൻ ഈ ഉഗ്രതപസ്സിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്, കുഷ്ഠരോഗിയാണ്, ഉത്തമയായ ഒരു ഭാര്യയുണ്ട്, എന്നിട്ട് വേശ്യാലയത്തിൽ പോണം എന്ന് പറഞ്ഞ ആളല്ലേ. അപ്പൊ അദ്ദേഹത്തിനോട് കോപാകുലനായിട്ട് ഈ അണിമാണ്ഡവ്യൻ പറഞ്ഞു, നേരം വെളുക്കുമ്പോൾ ഇവന്റെ തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ശപിച്ചപ്പോൾ ശീലാവതി പെട്ടെന്ന് നാളെ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ എന്ന് എതിർശാപം കൊടുത്തു. നേരം വെളുക്കണ്ടേ, സൂര്യൻ ഉദിച്ചു വരണ്ടേ, സൂര്യൻ ഉദിക്കുന്നില്ല. അപ്പൊ കൃത്യമായ തന്റെ ജോലി ചെയ്യുന്ന ആളാണ് സൂര്യന്റെ സാരഥിയായ അരുണന് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ അരുണൻ കൃത്യസമയത്ത് ജോലി ചെയ്യാനായി എത്തിയപ്പോൾ സൂര്യൻ നിശ്ചലനായി നിൽക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നാലും അങ്ങനെ ചുറ്റുപാടും ഒക്കെ നോക്കി കാണാം, ദേവലോകത്ത് സുന്ദരിമാരായ ദേവസ്ത്രീകൾ നൃത്തം ചെയ്യുന്നു. എന്നാൽ അത് പോയി കാണാം എന്നും പറഞ്ഞ് അരുണൻ അവിടേക്ക് ചെന്നു. അപ്പൊ അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഉടൻ തന്നെ അരുണൻ സുന്ദരിയായ സ്ത്രീയായി ആ ദേവസുന്ദരിമാരുടെ അടുത്ത് ചെന്നിരുന്നു. അപ്പോ ഒരു പുതുമുഖം, സുന്ദരിയായ ഒരു പുതുമുഖത്തെ ദേവേന്ദ്രൻ കണ്ടു. ഉടനെ ദേവേന്ദ്രൻ അവളോട് പ്രണയം തോന്നി. അവളെ രഹസ്യമായി വിളിച്ച് അന്ധകാരത്തിലേക്ക് കൊണ്ടുപോയി അവളുമായി ബന്ധപ്പെട്ടു. അങ്ങനെ അവൾ പ്രസവിച്ച മകനാണ് ബാലി. അവിടുന്ന് തിരിച്ച് സൂര്യന്റെ അടുത്തേക്ക് അരുണൻ വന്നപ്പോൾ സൂര്യൻ കോപാകുലനായി. നീ എവിടെ പോയിരുന്നു, എന്തിനു പോയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സത്യമായി തന്നെ അരുണൻ സൂര്യനോട് പറഞ്ഞു. ഉടനെ സൂര്യ ഭഗവാൻ പറഞ്ഞു, എനിക്കും നിന്റെ സ്ത്രീവേഷം കാണണം. ഉടനെ തന്നെ അരുണൻ തന്റെ സ്ത്രീവേഷം അണിഞ്ഞപ്പോൾ സുന്ദരിയായ അരുണനോട് സൂര്യനും പ്രണയം തോന്നി. അങ്ങനെ അവർക്ക് ജനിച്ച മകനാണ് സുഗ്രീവൻ. അങ്ങനെ ബാലിയും സുഗ്രീവനും ഒരമ്മയും രണ്ടച്ഛനും അവര് ഗൗതമാശ്രമത്തിൽ അഹല്യാദേവിയുടെ ശിക്ഷണത്തിൽ വളരാൻ തുടങ്ങി. അങ്ങനെ അവരവിടെ വളർന്നപ്പോൾ കിഷ്കിന്ധയിൽ ഒരു വാനര രാജാവ് ഉണ്ടായിരുന്നു. കാടും കിഷ്കിന്ധയും ഒക്കെ ഭരിച്ചിരുന്ന ഒരു വാനര രാജാവ്. അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു. അദ്ദേഹം ദേവേന്ദ്രനെ കണ്ട് തന്റെ സങ്കടം പറഞ്ഞു. ഉടൻ തന്നെ ദേവേന്ദ്രൻ ബാലിയെ സുഗ്രീവനെയും കിഷ്കിന്ധയിൽ എത്തിച്ച് അദ്ദേഹത്തിന്റെ മക്കളായിട്ട് അവിടെ വളർത്തി. അങ്ങനെ വളരുന്ന സമയത്ത് ബാലി അതിബലവാനായിരുന്നു. ബാലിക്ക് ദേവന്മാരുടെയും അസുരന്മാരുടെയും ഇടയിൽ, ദേവന്മാരുടെ ഇടയിൽ വളരെ നല്ലൊരു പേരായിരുന്നു. കാരണം അത്രയും ശക്തനായിട്ടുള്ള ആളായിരുന്നു ബാലി. അപ്പൊ ഈ പാലാഴി കടയുന്ന സമയത്ത് ദേവന്മാരും അസുരന്മാരും കൂടെ ആണല്ലോ പാലാഴി കടയുന്നത്. അപ്പൊ ഈ പാമ്പിനെ ചുറ്റി പാലാഴി കടയുന്ന സമയത്ത് അസുരന്മാർ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കും. കുറെ രാക്ഷസന്മാര് വന്ന് ബഹളവും വഴക്ക് യുദ്ധവും ഒക്കെ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ യുദ്ധം ഉണ്ടാക്കിയ അസുരന്മാരെ
ബാലി നിഗ്രഹിച്ചു. അങ്ങനെ നിഗ്രഹിച്ചപ്പോ ദേവന്മാർ സന്തുഷ്ടരായി. അവര് പാലാടി കടഞ്ഞു വന്ന താര എന്ന് പറയുന്ന അതിവിശിഷ്ടയായ സ്ത്രീയെ ബാലിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. സുഗ്രീവൻ രുമ എന്ന് പറഞ്ഞ സ്ത്രീയെ വിവാഹം കഴിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ അവിടുത്തെ രാജാവ് മരണപ്പെട്ടു. അങ്ങനെ ബാലി കിഷ്കിന്ധയിലെ രാജാവായി. ഇടയ്ക്കൊരു കാര്യം ചോദിക്കാൻ പറയൂ പറയൂ. കിഷ്കിന്ധ ഭരിച്ചിരുന്ന വാനര രാജാവിന്റെ പേര് ഋഷി രജസ്. ഋഷി രജസ് എന്നുള്ള വാനര രാജാവായിരുന്നു അവിടെ ഭരിച്ചിരുന്ന കിഷ്കിന്ധയും കാടും. അപ്പോ പുള്ളിക്ക് മക്കളില്ലായിരുന്നു. അങ്ങനെയാണ് ദേവേന്ദ്രനെ പോയി കണ്ടത്. അപ്പോഴാണ് ദേവേന്ദ്രൻ ഗൗതമാശ്രമത്തിൽ അഹല്യാദേവിയുടെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന ബാലിയെ സുഗ്രീവനെയും ഋഷി രജസിന്റെ അടുത്ത് കൊണ്ടുപോയത്. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഈ മക്കളോടുകൂടി അവിടെ ജീവിച്ചിരുന്നു. അപ്പോഴാണ് പാലാഴി കടഞ്ഞ താരയെ ബാലിക്ക് കൊടുത്തത്. രുമ എന്ന് പറയുന്ന സ്ത്രീയെ സുഗ്രീവനും വിവാഹം കഴിച്ചു. അപ്പൊ ബാലിക്ക് താരയിലുണ്ടായ മകനാണ് അംഗദൻ എന്ന് പറയുന്ന വളരെ വീരനായ വാനര ശ്രേഷ്ഠൻ. അദ്ദേഹം ശ്രീരാമനും രാവണനും തമ്മിലുള്ള യുദ്ധ സമയത്തൊക്കെ വളരെ നല്ല രീതിയിൽ പട നയിച്ചിരുന്ന ഒരു യോദ്ധാവായിരുന്നു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ നിർത്താം. അടുത്ത എപ്പിസോഡ് നാളെ. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കരുത്. നമസ്തേ.